ചെവിയില് തുടർച്ചയായിട്ട് മൂളിച്ച് അനുഭവപ്പെടാറുണ്ടോ? ദെൻ ദിസ് വീഡിയോസ് ഫോർ യു. പലപ്പോഴായി കോൺസ്റ്റന്റ് റിംഗിങ് മൂളിച്ച ചെവിയിൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് രോഗികൾ ഒപിയിൽ വരാറ്. ആയുർവേദത്തില് വാത ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് ഈ ടിൻറ്റസ് എന്ന് പറഞ്ഞ അവസ്ഥ. അമിതമായിട്ടുള്ള ഡ്രൈനെസ്സും റഫ്നെസ്സും ഒക്കെ ചെവിയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ കേൾവി കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം ഉണ്ട്, ഓഡിറ്ററി നെർവസ് സിസ്റ്റം. അതിന് സംഭവിക്കുന്ന ഇറിറ്റേഷൻ ആണ് ഈ പ്രശ്നത്തിന് കാരണം. ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സയാണ് ആയുർവേദത്തിലെ കർണപൂരണം അഥവാ ഇയർ ഓയിലിംഗ് തെറപ്പി. നമ്മുടെ ചെവിയുടെ ഇയർ കനാലിലെ ഈ ഉള്ളിലേക്കുള്ള ഭാഗം അതിനൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓഡിറ്ററി ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ റിംഗിങ് അല്ലെങ്കിൽ ബസിങ് സെൻസേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ഇവിടെ ഇളം ചൂടുള്ള മെഡിക്കേറ്റഡ് ഓയിൽ നിശ്ചിത സമയത്തേക്ക് ചെവിയിൽ ഒഴിക്കുന്നതാണ് ഈ ചികിത്സാ രീതി. അപ്പൊ ഈ അമിതമായിട്ടുള്ള വാതത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് മെത്തേഡ്സ് ആണ് നമ്പർ 1 നസ്യം. നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ പാസേജ് വഴി മെഡിക്കേറ്റഡ് ഓയിൽ അല്ലെങ്കിൽ ഗീ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് നമ്മളെ നേസൽ പാസേജിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ മൊത്തത്തിലായിട്ടൊന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ദ സെക്കൻഡ് വൺ ഇസ് ഘൃതപാന. നെയ്യ്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുക. ഇതും ഇതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഓഡിറ്ററി നെർവ്സിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതും നമ്മളെ ന്യൂറോളജിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും അഡാപ്റ്റോജനിക് ആയിട്ടുള്ള ഹെർബ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. സേ ഫോർ എക്സാമ്പിൾ അശ്വഗന്ധ, ആംല, സാരിവ ഇവയെല്ലാം ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. വാതത്തെ കുറയ്ക്കുന്നതും നല്ല മോയ്സ്ചറൈസേഷൻ ഉള്ളതും വാമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. കുക്കിങ്ങിനൊക്കെ ആണെങ്കിൽ അവക്കാഡോ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗീ, ഒലിവ് ഓയിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. എരിവ് കൂടിയതും ഉപ്പ് കൂടിയതായിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. കാരണം എരിവ് കൂടിയ ആഹാരങ്ങൾ വാതത്തെ വീണ്ടും കൂട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ കൂടാതെ തന്നെ ഡ്രൈ സ്കിന്നോട് കൂടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും 30 to 60 minutes പെർ ഡേ ഫുൾ ബോഡി ഓയിൽ മസാജ് ചെയ്യാം. സോ ഈ ഒരു പ്രാക്ടീസ് നോട്ട് ജസ്റ്റ് എക്സ്റ്റേണലി, ഇന്റേണലി നമ്മൾ ഈ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇനി ഈ ഇയറിലുള്ള റിംഗിങ്ങും ബസിങ് ഫീലിംഗ് ഉണ്ടാവില്ല.